സഹിക്കുകയാണ്. അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഓട്ടോറിക്ഷക്കാർ തന്നെ. എൻ്റെ ബൈക്കിൽ ഇടിച്ചിട്ട് ഞാൻ പോയി വീണ അമൃത ഹോസ്പിറ്റലിൽ ഞാൻ 16 പറയാനുള്ളതെന്ന് ഇവര് ഇവിടെ ചെയ്യണ കൃത്യമായിട്ടുള്ള പണികളല്ല ഇവര് ചെയ്യണത്. ആരോഗ്യപരമായിട്ടൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ബാരിക്കേഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു, അവൻ കണ്ടുമില്ല. അങ്ങനെയാണ് വണ്ടി ഇടിച്ച് ആ ജീവൻ പൊലിഞ്ഞത്. ഇപ്പൊ ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ വേറെ റോഡിലേക്ക് വന്ന് കയറണമെന്നുണ്ടെങ്കിൽ ആ റോഡ് മോശമായി പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കാശ് തിന്നാൻ വേണ്ടി പണിയിടായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു പോസ്റ്റ് പോലും മാറ്റിയിട്ടില്ല. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടണമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ നമ്മൾ കണ്ടതിൽ വെച്ച് ഈ അരൂർ ആലപ്പുഴ ഭാഗങ്ങളിൽ ഏകദേശം 1 വർഷത്തോളമായി വളരെ ദുസ്സഹമായ ജീവിതമാണ്. അതായത് ഏറ്റവും അധികം ഇതൊക്കെ മനസ്സിലാവുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളി അങ്ങനെയുള്ള ഡ്രൈവർമാർക്കൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം? മാറ്റമെന്ന് പറയാനായിട്ട് ഒരുപാട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ റോഡ് പണി ശരിയായി നടക്കുന്ന അശാസ്ത്രീയമായ രീതിയിലുള്ള പല കാനകളും വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ആവശ്യം കൊണ്ടൊക്കെ അവര് അതൊക്കെ റെഡിയാക്കിയിട്ട് അതൊന്നും ക്ലിയർ ആയിട്ടില്ല. അത് ഈ ജംഗ്ഷൻ കൊണ്ട് അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടും അതിന്റെ ഔട്ട്ലെറ്റിന്റെ ഇതിന്റെ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് ഇതായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടില്ലെന്ന് തന്നെ പറയാം. നേരത്തേലും കുറച്ചുകൂടെ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ടോ? ജീവിത സാഹചര്യങ്ങൾ, പൊടിപടലങ്ങൾ, അതൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാസ്ക് വെച്ചത് തെളിവല്ലേ. അതെ, ഇവിടെയുള്ളവരെല്ലാവരും രോഗികളാവും. പിന്നെ വരും തലമുറക്ക് അത് നല്ലൊരു കാര്യത്തിനാണല്ലോ നിർത്തിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം കോടിക്കണക്കിന് രൂപ ഞങ്ങൾ തന്നെ ഇപ്പൊ ഒരുപാട് ഇന്ധനം നഷ്ടപ്പെടുന്നുണ്ട് ഈ ബ്ലോക്കൊക്കെ വരുമ്പോൾ. ഞങ്ങൾ സഹിക്കുകയാണ്. അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഓട്ടോറിക്ഷക്കാർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്ധനമായിട്ട് ഒരുപാട് ഇന്ധനങ്ങൾ കത്തിപ്പോകുന്നില്ലേ. അതെ, ഈ പാലത്തേക്ക് കൂടുതൽ ഇന്ധനം ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു ആഡംബര കാർ ഒരിടം കൊണ്ടുവന്ന് AC ഉള്ളൊരു കാർ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ എത്ര ഇന്ധനം പോകുന്നുണ്ട് ഇതാരും ചിന്തിക്കുന്നില്ല. ഈ പാലം പണിയുന്നതിനേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഇന്ധനം കത്തിപ്പോകുന്നുണ്ട് ആൾക്കാരുടെ. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പാലം പണിയുടെ ഒരു കാര്യമാണ് നമ്മള്. കാരണം എന്ന് പറഞ്ഞാൽ ചേർത്തല നിന്ന് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കും കണ്ണുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ച് അന്ന് ഇവർക്ക് ചട്ടക്കൂട് ഉണ്ടായിരുന്നു, മറ. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നോക്കാണ്ട് ഒരു നിയന്ത്രണം ഇല്ലാണ്ട് JCB പുറത്തേക്ക് എടുത്തിട്ട് വന്നതാണ്. എൻ്റെ ബൈക്കിൽ ഇടിച്ചിട്ട് ഞാൻ പോയി വീണ അമൃത ഹോസ്പിറ്റലിൽ ഞാൻ 16 ദിവസത്തോളം വന്ന് മുട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ ഒരു ഏരിയയാണ് ഞാൻ. 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ലെവലായത്. ഞാൻ ഡ്രൈവറായിരുന്നു സീ ഫുഡിൽ. അത് കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ വിട്ട് ആ ജോലി പോയി. ആ ജോലിയുടെ ഇതിൽ നിന്ന് മാറിയാണ് ഇപ്പൊ ഒരു വണ്ടി എടുത്ത് ഇപ്പൊ ഇവിടേക്ക് തിരിച്ചു പോകുന്നത്. അതിന്റെ ഒരു വലിയ ചേട്ടനും പറയാനുണ്ട്? പറയാനുള്ളതെന്ന് ഇവര് ഇവിടെ ചെയ്യണ കൃത്യമായിട്ടുള്ള പണികളല്ല ഇവര് ചെയ്യണത്. എന്തെങ്കിലും സാധനങ്ങൾ നമ്മളിപ്പോ വണ്ടി എന്തെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ പിന്നെ അവര് നേരത്തെ ബ്ലോക്ക് ചെയ്യില്ല, അത് കഴിഞ്ഞാണ് ബ്ലോക്ക് ചെയ്യണം. വണ്ടി അങ്ങോട്ട് പോയി നമ്മൾ ഓട്ടം തിരിച്ചു വരുമ്പോൾ മൊത്തം ബ്ലോക്ക് ആയിരിക്കും. ആ വണ്ടി പിടിയില്ല, എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് നിലത്ത് ഒന്നും അറിയാതെ നിലത്തൊന്ന് വീഴ്ചയാണ്. അങ്ങനെയാണല്ലോ ഒരാൾ മരിച്ചത്. അത് വണ്ടി അത് എരമല്ലൂര് വെച്ച് സംഭവിച്ചത്. അത് 2 കാലമായപ്പോൾ സംഭവിച്ചാണത്. അവര് ബാരിക്കേഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു, അവൻ കണ്ടുമില്ല. അങ്ങനെയാണ് വണ്ടി ഇടിച്ച് ആ ജീവൻ പൊലിഞ്ഞത്. പിന്നെ കെമിക്കൽ ഇവർ അടിക്കണത് ഇതുണ്ടല്ലോ, ഇതടിക്കണം. വണ്ടികളിലൊക്കെ ഇഷ്ടം പോലെ വീടുണ്ട്. പിന്നെ ഈ പെയിന്റ് ഒക്കെ വണ്ടിയെ കംപ്ലീറ്റ് വന്ന് വീഴുകയാണ്. വീണിട്ട് ഇതൊന്ന് പോകണ്ടേ വന്ന്. ഞങ്ങൾ എന്ത് പാടുപെടുന്നുണ്ട് എല്ലാവരും. അത് ഈ സ്റ്റാൻഡിൽ 65 വണ്ടികളുണ്ട്. ആ വണ്ടിക്കാർക്ക് എല്ലാവർക്കും ഇത് സംഭവം അടി മൊത്തം വണ്ടി പിന്നെ ദ്രവിക്കുകയാണ്. ഇപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് 4 വർഷം കഴിഞ്ഞില്ല. ഫ്രണ്ട് പ്ലാറ്റ്ഫോം മാറി 10,000-6,000 രൂപ മേലായി പണികാശ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എല്ലാ വണ്ടിക്കാരുടെ ദുരിതമാണ് ഇവിടെ. പക്ഷെ ഇത് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ തീർക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഗവൺമെന്റിന്റെ? 2026 പിന്നെ ഇത്ര മാസത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടെന്നാ പറഞ്ഞു. തീരില്ല, തീരാൻ സാധ്യത എന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ കേബിൾ മാറ്റാണ്ട് ലൈൻ, അത് മാറ്റാതെ രക്ഷയില്ല. അത് ഇപ്പൊ എത്ര മാസമായി കിടക്കാൻ തുടങ്ങിയത്. അങ്ങനെ മൊത്തത്തിൽ ദുരിതം തന്നെ. ദുരിതം തന്നെ, മൊത്തത്തിൽ ദുരിതം തന്നെ. 3 വർഷത്തോളം ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. 3 വർഷമായി, അല്ലാണ്ട് 1 വർഷമൊന്നും. ആരോഗ്യപരമായിട്ടൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഒന്ന് മഴ വരുമ്പോൾ ചെളി, അത് കഴിയുമ്പോൾ പൊടി, ഇത് രണ്ടും മേത്ത് വീണ് പിന്നെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് ഇപ്പം. ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ലത് വന്നേക്കും. ഇതിപ്പോ ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഇവിടെ കാണുന്നില്ലല്ലോ. കഴിഞ്ഞതിലൊക്കെ വെച്ച് നോക്കാൻ ഇച്ചിരി മെച്ചമാണ്. ഇപ്പം മഴയുള്ളപ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. പോക്കറ്റ് റോഡ് നോക്കിയിട്ട് എല്ലാം അലമ്പായി കിടക്കുകയാണ്. ഒറ്റെണ്ണം ശരിയാക്കിയിട്ടില്ല. ഒന്ന് നോക്കിക്കോ, എല്ലാ റോഡും നോക്കിക്കോ. സർവീസ് റോഡ് മാത്രമല്ല, നമ്മളുടെ ഇട റോഡുകളെല്ലാം. കാരണം പോക്കറ്റ് റോഡ് ഇപ്പൊ ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ വേറെ റോഡിലേക്ക് വന്ന് കയറണമെന്നുണ്ടെങ്കിൽ ആ റോഡ് മോശമെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ നമുക്ക് നടുവേന എടുത്തിട്ട് പാടില്ല. കാരണം ഒരു റോഡ് പോലും നല്ലതില്ല. അല്ലെ ഒന്ന് കറങ്ങി നോക്കിക്കോ. ഈ ഒരു അരൂരുള്ള ഒരു റോഡ് വേറെ അടുത്തും പോകണ്ട, ഈ അരൂര് മാത്രം ഒന്ന് കറങ്ങി നോക്കിയാൽ മതി എല്ലാ റോഡും. അപ്പൊ അറിയാൻ പറ്റും ഇവിടുത്തെ ഇത്. ഇവിടെ പഞ്ചായത്തൊക്കെ ഒന്നും ചെയ്യാനല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഫണ്ടില്ല എന്നാ പറയുന്നത്. നല്ല റോഡൊക്കെ സർക്കാരിനെ നിങ്ങൾ അറിയിച്ചൊന്നുമില്ലേ? കേരള സർക്കാർ നമ്മളെ ആരറിയിക്കാനത് അവർക്ക് കാണാൻ പറ്റില്ല. ഇത് അവരൊക്കെ യാത്ര ചെയ്യുന്നല്ലേ. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ റോഡും പോകുന്നതല്ലേ, അവർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. മന്ത്രിമാർക്കെന്ന് പറഞ്ഞാൽ എല്ലായിടത്തെയും കാര്യങ്ങൾ അവർക്ക് നോക്കണ്ട. അപ്പൊ നമ്മളെ അരൂരുകാരനാണെങ്കിൽ അരൂരത്തുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അല്ലാണ്ട് കേരളത്തിലുള്ള മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ഈ പരിസരത്തുള്ള റോഡുകളൊക്കെ നന്നാക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇതാണ് കാര്യം. ഇപ്പൊ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പോക്കറ്റ് റോഡിൽ കൂടി കയറി വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഈ അരൂരാണെങ്കിൽ. അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഇവർ പണി തുടങ്ങിയാലും കുഴപ്പമില്ല. ഇവർക്കറിയാൻ പാടില്ല ഈ റോഡിന്റെ പണി തുടങ്ങും എന്നുള്ളത് നേരത്തെ അറിയാൻ പാടില്ല. ഈ അപ്രോച്ച് റോഡും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യേണ്ടല്ലായിരുന്നു. ഒരു പോസ്റ്റ് പോലും മാറ്റിയിട്ടില്ല. ഒരു പോസ്റ്റ് പോലും മാറ്റാണ്ടാണ് ഈ പണി തുടങ്ങിയത്. അപ്പൊ പിന്നെ ഇവർ നമുക്കറിയാൻ പറ്റില്ല, പക്ഷെ അവർക്കറിയാലോ. സർക്കാരിന്റെ മേൽത്തട്ടിലിരിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല ഇത് റോഡ് ഇതിന്റെ പണി എന്ന് തുടങ്ങും എന്നുള്ളത്. അതിന് 2 മാസം മുമ്പേ ഇവർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അല്ല ഒരു 2-3 മാസം മുമ്പ് ചെയ്യാൻ പറ്റില്ല, ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിനേക്കാൾ മുമ്പ് ഈ റോഡുകളെ ഇടറൂട്ടിലുള്ള എല്ലാ റോഡുകളും ഇത് ശരിയാക്കിയായിരുന്നെങ്കിൽ ഇത്രയും ബ്ലോക്ക് കൂടെ വരില്ലായിരുന്നു. അത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ നമ്മളുടെ വീട്ടിൽ വന്നിട്ടാണ്, അതായത് നമ്മളുടെ സംസ്ഥാനത്ത് വന്നിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് പോലെ അവർ ചെയ്യേണ്ടതല്ലേ. അത് ഇവിടെയുള്ളവർ അല്ലെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് നമ്മളുടെ സംസ്ഥാനമാണ്. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് അതിനുള്ള പവർ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് തുടങ്ങിയാവെന്ന് അവരോട് പറയണ്ടേ. അത് പറയാൻ ഇവിടെ ആളില്ലാണ്ടായി പോയി. അതാണ് കാര്യം. ഏകദേശം 2 വർഷം കഴിഞ്ഞല്ലേ ഇങ്ങനെ പൊടിപടലങ്ങൾ തിന്നുന്നേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഞാനിപ്പോൾ ഇവിടെ 95 വന്ന, ഞാൻ മരത്തില, ഞാൻ കൊച്ചിയിൽ നിന്ന് വന്ന ഇവിടെ. ഇതേപോലെ ഒരു കാണ ഞാനിവിടെ കണ്ടിട്ടില്ല. ഒരു കാണ ഇവിടെ പണിത് 2-3 വർഷം മുമ്പ് വെളിയമ്പലത്തിന്റെ പിന്നെ അരൂർ അമ്പലത്തിന്റെ വാതിക്ക് വെള്ളം കെട്ടിക്കിടന്ന് ബസ് സ്റ്റോപ്പിൽ. ആ വെള്ളം പോകാൻ വേണ്ടി കൊണ്ടുവന്ന് പണിത് എവിടെ കൊണ്ടുവന്ന് നിർത്തിയെന്നറിയാമോ? അത് ഈ കുഞ്ഞിന്റെ ആ സ്റ്റേഷനറിയുടെ വാതിക്കെ കൊണ്ട് നിർത്തി. അങ്ങോട്ട് പോകണം ആ കായലിലേക്ക്. അങ്ങനെയുള്ള സംവിധാനം ഉണ്ടായിട്ട് അത് ചെയ്തില്ല. ശ്വാസംമുട്ടലും ചുമയും മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ പൊതുവെ. പൊടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.